നമ്മുടെ സിറ്റി ടൂവിലെ ഡോണറ്റിൽ ഞാനിപ്പോൾ ഒരു ഡെലിവറി ബോയ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഗൈസ് എൻ്റെ കയ്യിലിപ്പം വണ്ടികളോ വീടുകളോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഗൈസ് ഒരു കാറ് വാങ്ങിക്കണം. ഒരു ചെറിയ കാറായാലും ഗൈസ് എനിക്ക് വാങ്ങിച്ചാൽ മതി. ഞാനിപ്പോൾ എല്ലാത്തിടത്തും ഇങ്ങനെ നടന്നാണ് പോകുന്നത്. അപ്പം എനിക്കൊരു കാറ് ഗൈസ് എന്തായാലും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഡെലിവറി ബോയ് ആയിട്ട് ജോലിക്ക് നിൽക്കുന്നത്. ഒരു കാറ് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു പണി അങ്ങ് വിടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഫുൾ കാർ സെയിൽ പരിപാടികളൊക്കെ ആയിരിക്കും. ആ ഒരു കാറ് ഗൈസ് വേറെ പ്രൈസിന് വിറ്റിട്ട് അങ്ങനെ എനിക്ക് വലിയൊരു കാർ എടുക്കണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഡ്രീം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡെലിവറി ബോയ് ഡേ ആണ് കേട്ടോ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നമ്മുടെ വണ്ടി വന്നിട്ട് വേണം ഗൈസ് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പ്ലാനിലുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ പിന്നെ ഗൈസ് നമുക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഡെലിവറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം ആകുമ്പം പൈസ കിട്ടും. പിന്നെ അത് ഈ കിടക്കുന്ന തുക്കട വണ്ടിയിലാണ് കേട്ടോ ഞാൻ ഡെലിവറിക്ക് പോകുന്നത്. ഭയങ്കര പാടാണ് ഗൈസ് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട്. എന്തായാലും നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡോണറ്റിൻ്റെ മുതലാളി ഇത് വിൽക്കാതെ ഇങ്ങനെ ഇട്ടേക്കുന്നത്. പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഓടിച്ചെടുക്കാൻ നല്ല പാടുണ്ട്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഇപ്പോൾ ഇവിടെ എന്തായാലും രാവിലെ തുറന്നിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ രാവിലെ നമ്മുടെ ഡ്യൂട്ടിക്ക് കയറാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ വേറെ സ്റ്റാഫുകൾ പോലും ഇവിടെ വന്നിട്ടില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അകത്തോട്ട് നമുക്ക് എന്തായാലും കയറി നോക്കാം. ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് ഗൈസ് ഇവിടെ ബർഗറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങിക്കാനായിട്ട് പോകണം. അതിവിടെ അടുത്തുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാണ്. ഞാൻ എന്താ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ പവറൊന്നും ഇല്ല ഗൈസ്. പവറൊക്കെ വളരെ കുറവാണ്. അപ്പം ഇങ്ങനെ പെതുക്കെ ഓടി വേണം ഗൈസ് ഓരോ ഡെലിവറി സ്ഥലത്ത് എത്താനായിട്ട്. വണ്ടി ഓടിക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് മെയിൻലി ഞാൻ ഈ ഒരു ജോബ് സെലക്ട് ചെയ്തത്. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു സാധനങ്ങൾ എടുക്കാനുള്ള സ്ഥലം എത്താനായിട്ട്. എന്തായാലും ഞാൻ ഇനി അവിടെ എത്തിയിട്ട് വരാം. അങ്ങനെ ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് നേരെ തിരിച്ച് നമ്മുടെ ഡോണറ്റിലേക്ക് പോവുകയാണേ. ഇപ്പം തന്നെ നമ്മുടെ ഡോണറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു അവിടെ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊടുക്കണം. അതെന്തോ കോഫിയോ സംഭവങ്ങളോ എന്താണ്ടാണ്. രാവിലെ അല്ലേ, അപ്പോൾ ആൾക്കാർക്ക് കോഫി പോലും കേസ് ആൾക്കാർക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. കാലം എത്ര മുന്നോട്ട് സഞ്ചരിക്കുന്നല്ലേ. നമ്മളതൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല. നമുക്ക് നമ്മുടെ പണി ചെയ്യുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന കാശിൽ നമ്മൾ പോയി ഒരു കാറ് വാങ്ങിക്കും. ഇപ്പോൾ ഏകദേശം കാറ് വാങ്ങിക്കാനുള്ള പൈസ ആയിട്ടുണ്ട്. ഇന്നത്തെയും കൂടെ വെക്കുവാണെങ്കിൽ കേസ് നമുക്ക് കറക്റ്റ് എമൗണ്ട്. ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പിന്നെ ഫുഡിന് വേറെ എക്സ്പെൻസ് ഒന്നും ആകത്തില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അതെന്തായാലും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും നമ്മുടെ ഡോണറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സാധനം കൊടുത്തിട്ട് ആ ഒരു ഡെലിവറിക്കുള്ള സാധനം എടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ആ ഒരു സ്റ്റോർ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ആ ഒരു ഫുഡ് എടുക്കാം. ഫുഡല്ല, കോഫി നമുക്ക് എടുക്കാവേ. ഇവിടെ നിന്നാണ് നമുക്ക് കൊണ്ട് തരുന്നത്. ഇനി ഞാൻ എന്തായാലും അതൊന്ന് വാങ്ങിക്കട്ടെ. ഓക്കെ, ഞാൻ എന്തായാലും സാധനം പിക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു വില്ല പോലെ ഇരിക്കുന്ന ഒരു ഏരിയ ഇല്ലേ ഗൈസ്, അവിടെയാണ് നമുക്ക് സാധനം കൊണ്ട് കൊടുക്കേണ്ടത്. ഈ ഒരു ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഈ ഒരു വ്ലോഗ് എടുക്കുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഡേ ഫുള്ളൊന്നും കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല. നമ്മൾ വ്ലോഗിലും ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഗൈസ് വ്ലോഗ് വലിയ രസമൊന്നും ഇല്ലാണ്ടായി പോകും. പിന്നെ ഞാൻ ഈ ഒരു വ്ലോഗ് എടുക്കുന്നതെങ്ങാനും നമ്മുടെ ഡോണറ്റിലെ മുതലാളി കാണുവാണെങ്കിൽ പിന്നെ അതായിരിക്കും അടുത്ത പ്രശ്നം. ഏകദേശം ഗൈസ് നമ്മുടെ ആ ഒരു സ്പോട്ട് എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇവിടെ കാണുന്ന ആ ഒരു ഫസ്റ്റ് വീട്ടിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു കോഫി കൊണ്ട് കൊടുക്കേണ്ടത്. ഇവിടുന്ന് ഗൈസ് ഏകദേശം ഒരു കോഫി മാത്രമേ ഉള്ളൂ. ഒരു ഗ്ലാസ് കൊടുക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങ് വരെ വന്നത്. അതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് കാണുന്ന വീട്ടിലാണ് നമുക്ക് ഡെലിവറി കൊടുക്കേണ്ടത്. എന്തായാലും ഞാൻ ഈ ഒരു സംഭവം കൊണ്ട് കൊടുത്തിട്ട് വരാവേ. ഓക്കെ, ഇവിടെ വണ്ടി നൈസായിട്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഡെലിവറി ഒക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 രൂപ പുള്ളി നമുക്ക് ടിപ്പ് തന്നു കേട്ടോ. കുഴപ്പമില്ല, 10 രൂപയെങ്കിൽ 10 രൂപ. ഇനി ഇവിടെ നേരെ തിരിച്ച് നമ്മുടെ ഡോണറ്റിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഡെയിലി റൂട്ടീൻ വരുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ഇതാണ് നമുക്ക് വന്നത്, ഒരു ഡെലിവറിയാണ് വന്നത്. പക്ഷേ ഇതിലും വലുതൊക്കെ ഗൈസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ പോകുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഇടയ്ക്കൊക്കെ വെച്ച് ഈ ഒരു വണ്ടി നമുക്ക് പണി തരാറുണ്ട് കേട്ടോ. ഇത്രയും പഴകിയ വണ്ടി ആയതുകൊണ്ടാണ് ആ ഒരു സീൻ വരുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും തിരിച്ച് നമ്മുടെ ഡോണറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും ഇവിടെ കയറി അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ അടുത്ത ഡെലിവറി വരുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണം. ഓക്കെ, അതായത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനൊക്കെ വണ്ടിയൊക്കെ വരുന്നത് കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലാണ്ടൊക്കെ പോകുന്നത് കണ്ടോ, എൻ്റെ പൊന്നോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെങ്ങാണം കേസ് നൈസായിട്ട് വണ്ടി അങ്ങ് പാർക്ക് ചെയ്തേക്കാം. ഇങ്ങനെ ഇനിയും ഈ ഒരു ഡേ ഫുള്ള് ഇങ്ങനെ നമുക്ക് ചിലവഴിക്കണം. അപ്പോൾ കേസ് എനിക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നാളെ തൊട്ട് നമ്മൾ വേറെ ലെവലിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. പുതിയ കാറ് വരാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു ട്രെയിലർ പോലെയാണ് കേസ് നമ്മളിന്ന് സെറ്റ് ചെയ്തത്. വലിയ കാറൊന്നുമല്ല, ചെറിയൊരു കാറാണ് എടുക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ആ ഒരു കാർ കൊടുത്തതിന് ശേഷം വേണം അടുത്തൊരു വലിയ കാറ് വാങ്ങിക്കാനായിട്ട്. എന്തായാലും സെറ്റാണ് ഗൈസ്. എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ M5 എടുക്കണമെന്നാണ്. M5 എടുക്കാനായിട്ട് പറ്റുമല്ലേ, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.